മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് തിരിച്ചടി. ഗണേഷ് കുമാർ പ്രസിഡന്റായ പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. ഗണേഷിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ച് അടിപൊളി. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഗണേഷ് കുമാർ പ്രസിഡന്റായ NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. അറിയാൻ കഴിഞ്ഞത് അണ്ണനെ നൈസായിട്ട് അങ്ങ് ഇതാക്കി വിട്ടെന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അഹങ്കാരം. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് കേട്ടാണ്. ലൈക്കും ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൊടുക്കുക. എന്തായാലും പരമാവധി പോകാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ അടുത്തോട്ട് ഈ വീഡിയോ എത്താൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിൽ അത് കാണുന്നവരൊന്ന് ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തേക്കുക. അണ്ണൻ്റെ ഒരു പഴയ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ അങ്ങനെ സംസാരിക്കത്തില്ല, പൊളിറ്റിക്സ് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഷെയർ ചെയ്യാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതെന്തായാലും ഒന്ന് ഷെയർ ചെയ്തേക്കാം. അണ്ണൻ്റെ പണ്ട് ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കാൻ നിന്നെന്നുള്ളൊരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഗണേഷ് കുമാർ തന്നെ ഇപ്പം പറയുന്നു ഉമ്മൻചാണ്ടിയാണ് അവരുടെ ജീവിതം നശിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ആ ഒരു വീഡിയോ കൂടെ വെച്ചുതരാം. എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ NSSന്റെ സംഭവമൊക്കെ നമുക്ക് സംസാരിക്കാം. അതൊന്നും നിങ്ങളൊന്ന് കാണണം, ഇവൻ്റെയൊക്കെ നിലപാട് എന്താന്ന്. എന്നിട്ട് നാട്ടുകാരെ പൊടിയിടാൻ വേണ്ടി നല്ല കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്യുകയും ചെയ്യും, അതിൽ നിന്ന് തന്നെ കുറേ വെട്ടിക്കുകയും ചെയ്യും. എന്നാലും ഞാനൊരു വീഡിയോ വെച്ചുതരാം, ഒന്ന് കാണുക. വേണ്ടേ, അഭിപ്രായം കറക്റ്റായിട്ട് കൊടുക്കണം. ഞാൻ ഒന്നും കൂടെ പറയുക, പരമാവധി ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലുള്ളവർ ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്കും കൂടെ അടിച്ചോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബും ചെയ്തോ, ഫോളോയും ചെയ്തോ. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഈ നാടകമാണ് ഇമ്പോർട്ടന്റ്, വെച്ച് തരാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ നല്ല നിലപാടെടുത്തു. ഒരു കുടുംബ വഴക്ക് എന്ന നിലയിൽ ഇതിനെ കേട്ടോണേ, ഒരു കുടുംബ വഴക്ക് കേട്ടോണം എന്ന് വളരെ വ്യക്തമായ കാര്യമാണ്, വളരെ മാന്യമായ നിലയിൽ അദ്ദേഹം കൈകാര്യം. ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഭയങ്കര വ്യക്തതയായിട്ടും മാന്യമായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു എന്ന് ഗണേഷ് കുമാർ പറയുന്നതാണ് 2013. ഓക്കെ, സത്യമാണ് ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എന്റെ മക്കളെ എന്നെയും വേർതിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ? ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ചു വിടാത്തത്. ഇതിന് പറ, ഇങ്ങനെ പറയുന്നവന്മാരോട് നമ്മൾ എന്താ പറയണ്ടേ? ഒരു പേരിട്ടാവോ നിങ്ങൾക്ക്? ഇങ്ങനെ പറയുന്നവനെ, ഇത് പല പന്തയുടെ സ്വഭാവമല്ലേ ഇവനിപ്പോൾ കാണിക്കുന്നത്. ഈ അടുത്ത സമയം കൊണ്ട് ഗണേഷ് കുമാർ കാണിക്കുന്ന ഓരോ രീതികളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവൻ്റെയൊക്കെ നിലപാടെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ ന്യൂസിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ച് പോകും. അന്നൊന്നും റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല, നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഒന്നും ആ കാലത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ പല കള്ളങ്ങളും കൊണ്ടുവരാമായിരുന്നു. പല കള്ളങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാരെ നൈസായിട്ട് പറ്റിക്കാൻ പറ്റും. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ആൾക്കാരെ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ബുദ്ധിയുള്ളവരത് വിശ്വസിക്കും. പഴയ ആൾക്കാർ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം കൂടെ വെക്കാം. നീ എവിടെയെങ്കിലും ഉറച്ചു വെക്കടാ നായിന്റെ മോനെ. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത CBI ചോദിച്ചതിന്റെ മൊഴി അവൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഞാനത് പറയാം. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, CBI എടുത്തവൻ നല്ലതായിരിക്കും പറഞ്ഞത്. പക്ഷെ സരിതയെ കൊണ്ട് ചെയ്യിപ്പിച്ചതോ? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സരിതയെ കൊണ്ട് എല്ലാം ജയിപ്പിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് നല്ലവനായി ഉണ്ണി ചമയുന്നു. വെക്കാൻ ഞാൻ ആർക്കാണെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ്. ഞാൻ കള്ളം പറയണ്ടായിരുന്നു. ഞാൻ ആരെയും കള്ളക്കേസിൽ പുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എന്റെ നാട്ടുകാർക്ക് അറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട, അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. വേറെ രാഷ്ട്രീയം വല്ലതുണ്ടേ പറഞ്ഞേ. ചാണ്ടി ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ കുടുംബം തകർത്ത് എന്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എന്റെ മക്കളെ എന്നെ വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ ഉരുളിട്ടാൽ കടിക്കാത്ത ആരുമില്ല. ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി കാണും നീ ചെയ്ത ഓരോ ദ്രോഹങ്ങളും കാര്യങ്ങളും ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ ഭാര്യ വന്നിട്ട് ഇവന്റെ പല സ്ത്രീ ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഒരുപാട് സ്ത്രീകളെ കേസുകെട്ടുകൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ എവിടെ ചെന്നാലും ജിമ്മിലാണെങ്കിൽ പോലും ഇവന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഭയങ്കര മോശപ്പെട്ട ഒരു വ്യക്തി എന്നാണ് പറയുന്നത്, ഭയങ്കര മോശം. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നല്ല പിള്ള ചമ്മയെന്ന് നാണക്കെട്ടവൻ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. നിങ്ങൾ പറ, ആ പഴയ ഒരു വീഡിയോയ്ക്കകത്തവൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ പറയുന്നതൊന്നും തമ്മിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇവനെ സ്റ്റാൻഡുള്ള ഒരു വ്യക്തിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ശരിക്കും മണ്ടരാവുന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണ്. ഇത് ഞാൻ ഈ ഫേസ്ബുക്കിലോട്ട് എടുത്തു പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പഴയ, അതായത് ഇച്ചിരി പ്രായം ചെന്ന ആൾക്കാരാണ് കൂടുതലും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അവരെ പോലുള്ളവരൊക്കെ പറ്റിക്കാനാണ്. പിന്നെ ഒരു കാര്യം, വയനാട്ടിലെ വീട് വെച്ച് കൊടുത്തെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ വീണ്ടും കേരള സർക്കാരിനെ പൊക്കി പറയുന്ന കുറേ പിള്ളേരുണ്ട്. അത് നമ്മുടെ പൈസയാണ്.
ജനങ്ങളുടെ പൈസയാണ്, അത് അവകാശമാണ് അവർക്ക് ആ വീട് വെച്ച് കൊടുക്കേണ്ടത്, ഉത്തരവാദിത്വമാണ്. അതിനൊരുപാട് PR നടത്തുന്നുണ്ട്. അത് വെച്ചിട്ട് ഭരണം പിടിക്കാൻ നോക്കുകയാണ്. ജനങ്ങളെ സൂക്ഷിച്ചു കണ്ട് നിൽക്കുക. ഇവനെപ്പോലുള്ളവന്മാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അത്രേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഓർത്താ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ഇത് പറഞ്ഞതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവന് ഡേഞ്ചർ ആയത്. സ്വന്തം ഭാര്യ വേറൊരുത്തിലൂടെ കിടക്കുന്ന കാണേണ്ടത്. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അയാൾ ജീവിച്ചിരിപ്പും ഇല്ലല്ലോ ഇപ്പം. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ അത് പറഞ്ഞേനെ. നീയാടാ എല്ലാത്തിലും കാരണമെന്ന് ചിലപ്പോൾ അയാൾ പറഞ്ഞേനെ. പിന്നെ അദ്ദേഹം ഒരു പാവമാണ്. ശത്രുവിനെ പോലും ചേർത്ത് പിടിക്കാനേ അദ്ദേഹം നോക്കിയിട്ടുള്ളൂ. ഇവനെയൊക്കെ വിശ്വസിച്ച് കാണും ഒരുപാട് കഴുകൻ. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു പോകത്തില്ല? ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഗണേഷ് കുമാർ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അന്ന് പറഞ്ഞില്ല? അന്ന് വന്നിട്ട് ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാൻ നോക്കി. എന്തുകൊണ്ട്? ഇവന് സീറ്റിന് വേണ്ടി. അവസാനം കോൺഗ്രസ്സുകാർക്ക് അറിയാം പണിയാവും എന്ന് അറിഞ്ഞിട്ടാണ് അവർ മാറ്റി ഇവൻ CPM കൂടെ പോയത്. അപ്പൊ ഇവന്റെ നിലപാട് എന്താണ്? ഈ അടുത്ത സമയത്തും കോൺഗ്രസിലോട്ടൊന്ന് ചാടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പുള്ളി നൈസായിട്ട്, കമ്മ്യൂണിസ്റ്റിനെ കുറ്റം പറഞ്ഞിട്ട്. പക്ഷെ അവിടെ പണി പാടി. രാഹുൽ മാങ്കൂട്ടും ഈ പറയുന്ന ഷാഫിയും കൂടെ അങ്ങ് മലത്തി അങ്ങ് അടിച്ചു കളഞ്ഞു. ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എന്റെ പേരിൽ ഏത് കേസാണുള്ളത് നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേരെ പോലെ മലഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? മതി കൊണയടി. എന്തായാലും ഇന്നത്തെ വിഷയം, ഇന്ന് അണ്ണനെ പുതിയ കുറച്ച് കാര്യത്തിനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വിഷയം കണ്ടിട്ട് വരാം. മന്ത്രി KB ഗണേഷ് കുമാറിന് തിരിച്ചടി. ഗണേഷ് കുമാർ പ്രസിഡന്റായ പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. ഗണേഷിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ച് 10 അംഗങ്ങൾ രാജിവെച്ചതോടെയാണ് ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നത്. മിഥുൻ സുധാകരൻ വരികളുമായി ചേരുകയാണ്. മിഥുൻ, കഴിഞ്ഞ ദിവസം ഈ പ്രതിസന്ധിയുടെ കാര്യങ്ങളൊക്കെ മന്ത്രി ഈ അടുത്ത സമയത്ത് ഒരു ദിവസം മുമ്പാണ് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു മീഡിയക്കാര്. ഇതുപോലെ NSSന്റെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല, എല്ലാവർക്കും എന്നെ ഭയങ്കര ജീവനാണ്. ഇപ്പൊ അന്തസ് ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. ഉണ്ടായത്. അപ്പോൾ ഈ ഭരണസമിതി പിരിച്ചുവിടുന്നതിലേക്ക് എത്തിച്ചത് എന്തൊക്കെയാണ്? അത് തന്നെയാണ് ശീതൾ. ഈ താലൂക്ക് യൂണിയനിൽ യാതൊരു പ്രശ്നവുമില്ല, താൻ എല്ലാ കാലവും ഇതിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കാമെന്ന് ആരോട് പറഞ്ഞിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയത്. ഇപ്പോൾ NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചു വിട്ടിരിക്കുകയാണ്. 10 അംഗങ്ങൾ ഗണേഷ് കുമാറിനെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ നിലവിൽ ഇതിൽ കൂടുതൽ ഒരു നാണക്കേട് നിനക്ക് ഇനി ജീവിതത്തിലുണ്ടോ? ഇല്ല. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു നാണക്കേടും ഇല്ല. ഇപ്പോഴിവിടുത്തെ ജനങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. കുറച്ച് മാറ്റങ്ങൾ വേണം. കുറച്ച് മാറ്റങ്ങൾ ഈ നാട്ടിൽ വേണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ സ്നേഹം കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ തലയിൽ കയറുമെന്ന് എനിക്കറിയത്തില്ല. മാറ്റം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നല്ലതായിരിക്കും. ഗണേഷ് കുമാർ കൂടുതലൊന്നും പറയുന്നില്ല. അഡ്വോ കമ്മിറ്റിക്കാണ് ഇനി ആ യൂണിയന്റെ ചുമതല. നിലവിലെ ഭരണസമിതി എന്തായാലും ആ യൂണിയൻ തന്നെ ഒന്നടക്കം പിരിച്ച് വിട്ടിരിക്കുകയാണ്. ഗണേഷ് കുമാറിന് ഏകാധിപത്യ മനോഭാവമാണ് എന്നതായിരുന്നു അംഗങ്ങളുടെ വിമർശനം. അക്കാര്യങ്ങളടക്കം ഈ നേതൃത്വത്തെ ധരിപ്പിച്ചു, കത്ത് നൽകുകയായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പത്തനാപുരം താലൂക്ക് യൂണിയന് കീഴിൽ നിർമ്മിക്കുന്ന പത്മ കമ്പനി നിർമ്മാണത്തിലടക്കം അഴിമതിയുണ്ട്, അത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച വേണുകുമാർ എന്ന് പറയുന്ന ഭരണസമിതി അംഗത്തെ പട്ടാഴി അമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് ഒരു സംഘം മർദ്ദിച്ചിരുന്നു. അത് ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്നവരാണ് മർദ്ദിച്ചതെന്ന് അടക്കം പരാതി ഉയർന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് NSS നേതൃത്വത്തിന് ഈ അംഗങ്ങൾ പരാതി നൽകിയത്, രാജിക്കത്ത് സമർപ്പിച്ചത്. അങ്ങനെ 10 അംഗങ്ങൾ രാജിവെച്ചു. ഇപ്പോൾ NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ, ഗണേഷ് കുമാർ പ്രസിഡന്റായിട്ടുള്ള പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. NSSൽ പത്തനാപുരത്തുണ്ടാകുന്ന ഈ വിഭാഗീയത, ഈ ഭിന്നത തെരഞ്ഞെടുപ്പിലടക്കം മന്ത്രിക്ക് തിരിച്ചടിയായേക്കുമെന്നതാണ് നിലവിലെ ഒരു സൂചന. അടിക്കണം, അത് തിരിച്ചടിച്ചേ പറ്റത്തുള്ളൂ. ദേവി ഇതിന് ഇപ്പോഴും തൊഴുതോ പറയുക നിങ്ങളുടെ അടുത്ത്. ഇവന് പണി കൊടുത്തേ അടങ്ങും. കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് പുള്ളി ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ നല്ലവനായി കൊണ്ട് ചമഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യം ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നവർ പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പരമാവധി ഈ ഒരു സാധനം ഷെയർ ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിക്കുക. ബൈ, ലവ് യു ഓൾ. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യുക.